നവംബർ 5-ന് US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിനെയും ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥി കമലാ ഹാരിസിനെയും രൂക്ഷമായി വിമർശിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ 12-ദിന ഏഷ്യ പസഫിക് സന്ദർശനത്തിന് ശേഷം റോമിലേക്ക് മടങ്ങുന്നതിനിടെ വിമാനത്തിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുടിയേറ്റക്കാരെ സ്വാഗതം ചെയ്യാതിരിക്കുന്നത് മഹാപാപമാണ്. ഗർഭഛിദ്രം കൊലപാതകമാണ്. കുടിയേറ്റക്കാരെ ഓടിച്ചു വിടുന്നയാളാണെങ്കിലും കുഞ്ഞു ജീവനുകളെ കൊല്ലുന്നതിനെ പിന്തുണയ്ക്കുന്ന ആളായാലും അവർ ജീവിതത്തിന് എതിരാണ്. ഇവയിൽ ചെറിയ തിന്മയെ നവംബറിൽ നടക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ US-ലെ കത്തോലിക്ക വിശ്വാസികൾ തെരഞ്ഞെടുക്കണം. ആരാണ് കുറഞ്ഞ തിന്മ ചെയ്യുന്നത്? ആ സ്ത്രീയോ അതോ ആ പുരുഷനോ? എനിക്കറിയില്ല. എല്ലാവരും മനസ്സാക്ഷിപൂർവ്വം ചിന്തിച്ച് വോട്ട് രേഖപ്പെടുത്തണം, മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു. വീണ്ടും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ നിയമവിരുദ്ധ കുടിയേറ്റത്തിനെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നും US-ൽ ഇതിനകം തന്നെ താമസിക്കുന്ന ദശലക്ഷക്കണക്കിന് കുടിയേറ്റക്കാരെ രാജ്യത്ത് നിന്ന് പുറത്താക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. രേഖകളില്ലാത്ത കുടിയേറ്റക്കാർക്കായി തടങ്കൽ പാളയങ്ങൾ നിർമ്മിക്കുന്ന കാര്യം തള്ളിക്കളയാനും ട്രംപ് വിസമ്മതിച്ചു. 2022-ൽ സുപ്രീം കോടതി അസാധുവാക്കിയ ഗർഭഛിദ്ര അവകാശങ്ങൾക്കുള്ള ദേശീയ സംരക്ഷണം പുനഃസ്ഥാപിക്കാൻ US കോൺഗ്രസ് പാസാക്കുന്ന ഏത് നിയമനിർമ്മാണത്തിലും ഒപ്പിടാൻ തയ്യാറാണെന്ന് കമല ഹാരിസ് വ്യക്തമാക്കിയിരുന്നു. കിഴക്കൻ ടിമോർ, പാപ്പുവ ന്യൂഗിനി, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളാണ് 12 ദിവസത്തെ യാത്രയിൽ മാർപ്പാപ്പ സന്ദർശിച്ചത്. സ്ഥാനമേറ്റ ശേഷം മാർപ്പാപ്പയുടെ ഏറ്റവും ദൈർഘ്യമേറിയ വിദേശ സന്ദർശനമാണിത്. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപും ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി കമലാ ഹാരിസും നേർക്കുനേരെത്തിയിരുന്നു. കമല പ്രസിഡന്റ് ആയാൽ അമേരിക്കയുടെ സഖ്യരാജ്യമായ ഇസ്രായേൽ ഇല്ലാതാകുമെന്ന് ട്രംപ് ആരോപിച്ചു. എന്നാൽ ട്രംപ് അമേരിക്കൻ ജനങ്ങളെ വിഭജിക്കുകയാണെന്ന് കമലാ ഹാരിസ് തിരിച്ചടിച്ചു. കമലാ ഹാരിസ് ഇസ്രായേലിനെ വെറുക്കുന്നു. അവർ പ്രസിഡന്റ് ആയാൽ ഇസ്രായേൽ 2 വർഷത്തിനുള്ളിൽ ഇല്ലാതാകുമെന്നാണ് ഞാൻ കരുതുന്നത്, ട്രംപ് പറഞ്ഞു. എന്നാൽ ഇത് തീർത്തും തെറ്റാണെന്ന് കമലാ ഹാരിസ് തിരിച്ചടിക്കുകയും ചെയ്തു. ഇസ്രായേലിനെ എപ്പോഴും പിന്തുണച്ചിരിക്കുന്നതായും കമലാ ഹാരിസ് പറഞ്ഞു. കമലാ ഹാരിസിനെതിരെയുള്ള വംശീയ പരാമർശത്തിൽ അവർ എന്താണ് എന്നത് ഞാൻ കാര്യമാക്കുന്നില്ല എന്നായിരുന്നു ട്രംപിന്റെ മറുപടി. വംശീയ പരാമർശങ്ങളാൽ അമേരിക്കൻ ജനതയെ ഭിന്നിപ്പിച്ച് പ്രസിഡന്റ് ആകാൻ ആഗ്രഹിക്കുന്ന ഒരാൾ എന്നായിരുന്നു ട്രംപിനെ കമല വിശേഷിപ്പിച്ചത്. ഇതൊരു ദുരന്തമാണെന്നും കമലാ ഹാരിസ് കൂട്ടിച്ചേർത്തു. ഇതാദ്യമായാണ് പ്രചരണകാലത്ത് ഇരുവരും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മാർപ്പാപ്പ ഇവരെ വിമർശിച്ച് രംഗത്ത് എത്തിയിരിക്കുന്നത്. ചെറിയ തിന്മ ചെയ്യുന്നവരെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. അതാണ് നമുക്ക് ആവശ്യം. വലിയ തിന്മ ചെയ്യുന്നവരെ തിരഞ്ഞെടുക്കരുത്. കുടിയേറ്റക്കാരെ ഒഴിവാക്കുന്നത് നല്ല രീതിയല്ല എന്ന് തന്നെയാണ് ഇവിടെ മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഗർഭഛിദ്രം ചെയ്യുന്നവരെയും പാടെ ക്രൂശിക്കണം എന്ന് തന്നെയാണ് മാർപ്പാപ്പ പറഞ്ഞത്.